എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടേക്കുന്ന ശീതകാല പച്ചക്കറികളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇതിന്റെ തൈകൾ നമ്മളിവിടെ നടുന്ന രീതികൾ, ഇതിനു വേണ്ടി നമ്മൾ മണ്ണ് തയ്യാറാക്കുന്ന രീതികളും എല്ലാം നമ്മളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് നട്ടിട്ട് ഇത് നമ്മൾ നേരത്തെ നട്ടതാണ്. അതിപ്പോൾ ഒരു വിളവെടുപ്പിന് ഓൾറെഡി പാകമായിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വളങ്ങളും അതിന് ചെയ്യേണ്ട പരിചരണ രീതികളും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഈ ക്യാബേജും കോളിഫ്ലവറും ഇവിടെ തൈ നമ്മൾ നട്ടേക്കുന്നത് പല സ്റ്റേജിലുള്ള തൈകളാണ്. ആദ്യം നട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ നട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഒരു വിളവ് കഴിഞ്ഞാലും അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത വിളവ് എടുക്കുന്ന രീതിക്കാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ചെറിയ വിളവെടുപ്പും അതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കുന്ന രീതികളും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന വളങ്ങളാണ്. ഇത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നല്ലൊരു ജൈവവളം വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട്, നല്ല ചാണകപ്പൊടി, മണ്ണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് പോട്ട് മിക്സ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ പ്രാവശ്യമായിട്ടും നമ്മളിതിന് വളത്തിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ മണ്ണും കൂടെ ഇതിൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിച്ച് കൊടുത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത വളം മണ്ണും കൂടെ നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ കൂട്ടി കൊടുക്കണം. ഇതുപോലെ എല്ലാത്തിൻ്റെ ചുവട്ടിലും നമുക്ക് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് കൃഷി ചെയ്യുമ്പോൾ മെയിനായിട്ട് എന്നും ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇലതീനി പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് അതുണ്ടെങ്കിൽ അതിനെടുത്ത് നശിപ്പിച്ച് കളയണം. ഇതുപോലെ കേടായ ഇലകളുണ്ടെങ്കിൽ അതും എടുത്ത് കളയണം. ഇതുപോലെ എല്ലാത്തിൻ്റെ ചുവട്ടിലും നല്ലപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഇതിനകത്ത് ഓൾറെഡി ക്യാബേജിൻ്റെ ഇലകളെല്ലാം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഉടനെ തന്നെ നല്ലൊരു ക്യാബേജായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇടയ്ക്ക് നമ്മൾ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നടന്നതിന് നല്ലപോലെ അതിൻ്റെ ചുവടിൽ അടുപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇവിടെ തറയിൽ ഒരു 4 പണയിലായിട്ട് നമ്മൾ ക്യാബേജും കോളിഫ്ലവറോടും മിക്സ് ചെയ്ത് നട്ടേക്കുന്നതാണ്. ഇതിൻ്റെ മണ്ണൊരുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എങ്ങനെയാണ് 2 ആഴ്ച കുമ്മായം ഇട്ട മണ്ണിലോട്ടാണ് നമ്മളിതിൻ്റെ 4 പ്രായമുള്ള തൈകൾ പറിച്ച് നടുന്നതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പണ പോലെ കോരി ഇതുപോലെ നടുകയാണെങ്കിൽ മഴയൊക്കെ വരുവാണെങ്കിലും വെള്ളം അതിൻ്റെ ചുവട്ടിൽ കെട്ടി നിന്ന് ഈ ചെടി ചീഞ്ഞു പോകാതിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി, നമ്മുടെ വീട്ടിലെ നമ്മൾ കിച്ചൺ വേസ്റ്റും കൊണ്ട് തയ്യാറാക്കുന്ന കമ്പോസ്റ്റ്, അതുപോലെ തന്നെ എല്ലുപൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെടി വളരുന്ന അനുസരിച്ച് അതിൻ്റെ ചുവട്ടിൽ മണ്ണും കൂടെ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് വിളവുകൾ ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാബേജും കോളിഫ്ലവറും എല്ലാ കൃഷിയും നമുക്ക് ഇതുപോലെ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗിൽ വേണമെങ്കിൽ ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അതുപോലെ തന്നെ നമ്മളതിന് ഇങ്ങനെയുള്ള പരിചരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ക്യാബേജും കോളിഫ്ലവറും നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലൊക്കെ വളരെ നല്ല രുചിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള നമ്മുടെ വീട്ടിലെ വളങ്ങൾ മാത്രം മതി. നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതെല്ലാം വളർന്നു വരുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ക്യാബേജിൻ്റെ കൂടെ നമ്മളിവിടെ ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷും ഇതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ രീതിയിലാണ് നമ്മളിവിടെ നട്ടേക്കുന്നത്. ക്യാബേജും കോളിഫ്ലവറിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ ഓരോ പച്ചമുളകിൻ്റെ തൈയും നട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതെന്തായാലും അടുത്തടുത്ത് നടാൻ ഒക്കത്തില്ല. ഇതിന് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് അല്പം ഗ്യാപ്പ് ഇട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് വട്ടത്തിന് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇടവേളയായിട്ട് ഞാൻ അല്പം ചീരയുടെ വിത്തും പാകിയിട്ടുണ്ട്. എല്ലാം കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ കോളിഫ്ലവർ വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ
സെൻറ്റ് ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്തുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം യാതൊരു കാരണവശാലും ഈ ചെടി പിഴുത് കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യൽ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം തൈകൾ ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരു ചെടി ഉണ്ടെന്നെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് വളർത്തിയെടുത്ത് നല്ലപോലെ ക്യാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ഇതേ രീതിക്ക് നമുക്ക് ഒരുപാട് കൃഷി ചെയ്തെടുക്കാനും സാധിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് കൃഷി ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിലാണെങ്കിലും തറയിലാണെങ്കിലും എല്ലാം കൃഷി ചെയ്ത് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.